ലഹരിക്കെതിരെ ജനങ്ങളെയൊന്നാകെ അണിനിരത്തിയുള്ള പ്രചാരണ പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിലെ എക്സൈസ് സേന ലോകത്തിന് തന്നെ മാതൃകയായി മാറിയെന്ന് മന്ത്രി എം.ബി. രാജേഷ്. മുഖ്യമന്ത്രിയുടെ എക്സൈസ് മെഡൽ ദാനവും അവാർഡ് വിതരണവും തൃശൂരിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാലാനുസൃതമായ മാറ്റത്തെ ഉൾക്കൊണ്ട് കാര്യക്ഷമമായി വലിയ ഉത്തരവാദിത്വത്തോടുകൂടിയാണ് സംസ്ഥാനത്തെ എക്സൈസ് സേന പ്രവർത്തിക്കുന്നത്. ജനങ്ങളെ അണിനിരത്തിയുള്ള ലഹരിവിരുദ്ധ ജനകീയ ക്യാമ്പയിനുകളിലൂടെ ജനങ്ങളും എക്സൈസും തമ്മിലുള്ള ബന്ധം ശക്തമായിട്ടുണ്ടെന്നും പരേഡിനെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കവേ മന്ത്രി എം.ബി. രാജേഷ് പറഞ്ഞു. സമൂഹത്തിന്റെ സ്വഭാവത്തിൽ വലിയ മാറ്റം വന്നു. അതനുസരിച്ച് എക്സൈസിന്റെ മുമ്പിലും പുതിയ വെല്ലുവിളികളും ചുമതലകളും ഉയർന്നു വന്നു. മാറിയ കാലത്തിനൊത്ത് മാറാനും അവസരത്തിനൊത്ത് ഉയർന്ന് പ്രവർത്തിക്കാനും ഇന്ന് എക്സൈസ് സേനയ്ക്ക് കഴിയുന്നുണ്ട്. ലഹരി കേസുകൾ പിടികൂടുക, നികുതി വെട്ടിപ്പ് തടയുക എന്നതിനൊക്കെ പുറമെ സാധാരണഗതിയിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് പുറമെ കേരളത്തിൽ എക്സൈസ് മാതൃകയാവുന്നത് ലഹരിക്കെതിരായി ജനങ്ങളെയാകെ അണിനിരത്തിയിട്ടുള്ള സമാനതകളില്ലാത്ത പ്രചരണ പ്രവർത്തനങ്ങളിലൂടെയാണ്. മികച്ച സേവനം കാഴ്ചവെച്ച 24 ഉദ്യോഗസ്ഥർക്ക് 2022 കേരള മുഖ്യമന്ത്രിയുടെ എക്സൈസ് മെഡലും 35 പേർക്ക് 2022-23 വർഷത്തെ ബാച്ച് ഓഫ് എക്സലൻസ് ബഹുമതിയും എക്സൈസ് മന്ത്രി സമ്മാനിച്ചു. 3 മേഖലകളിലെ എക്സൈസ് റേഞ്ച് ഓഫീസുകൾക്കുള്ള വെണ്മ കമ്മീഷണേഴ്സ് പുരസ്കാരങ്ങളും മന്ത്രി കൈമാറി. സംസ്ഥാന എക്സൈസ് അക്കാദമി ആൻഡ് റിസർച്ച് സെന്റർ പരേഡ് ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ എക്സൈസ് കമ്മീഷണർ മഹിപാൽ യാദവ് അഭിവാദ്യം സ്വീകരിച്ചു. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോക്, ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, തൃശൂർ.